മലയോര മേഖലയിൽ ഇന്നലെ രാത്രി മുതൽ പെയ്ത കനത്ത മഴയിൽ എടവണ്ണയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത നാശനഷ്ടം. എടവണ്ണ ചെമ്പങ്കുത്തിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. വൈദ്യുതി തൂണുകളും തകർന്നിട്ടുണ്ട്. ഓരോരുത്തർക്കും ഇനി ഓരോ ഡയറ്റ് പ്ലാൻ. ഡോക്ടർ ബി, ഒരു ഡോക്ടറുടെ വാഗ്ദാനം. ചെമ്പക്കുത്തിൽ ജാമിയ കോളേജിന് സമീപത്ത് മുസ്തഫയുടെ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് തകർന്നു വീണത്. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് സംഭവം നടക്കുന്നത്. സ്ഥിരമായിട്ട് നമ്മൾ ഈ ആളുകളൊക്കെ ഇതിലെ പാസ് ചെയ്യുന്നതാണ്. നമ്മൾ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. കാരണം ഇത് അത്രത്തോളം ഹൈറ്റിൽ കെട്ടിയിട്ടുള്ള കോൺക്രീറ്റ് കെട്ടാണ് ഇന്ന് തകർന്നു വീണിട്ടുള്ളത്. ഇതിന്റെ കൂടെ തന്നെ ഇലക്ട്രിക് പോസ്റ്റ് ലൈനൊക്കെ പൊട്ടി വീണിട്ടുണ്ട്. റോഡ് നമുക്കുള്ള പാസ് ചെയ്യുന്ന ഈ റോഡ് മൊത്തം ബ്ലോക്ക് ആയിട്ട് കിടക്കുകയാണ്. ഇത് നേരത്തെ തന്നെ 2 പ്രാവശ്യം ഇവിടെ ചെറിയ രീതിയിൽ മതിൽ ഇടിഞ്ഞിട്ടുള്ളതാണ്. ഇതിന്റെ ഈ പണിയെടുത്തത് ഒരു അനാസ്ഥയായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിന്റെ കാരണമാണ് ഈ മതിൽ തന്നെ മൊത്തത്തിൽ ഇടിഞ്ഞ് വീഴാനുള്ള കാരണം ഉണ്ടായിട്ടുള്ളത്. വലിയ കോൺക്രീറ്റ് ഭിത്തിയാണ് ഈ ഭാഗത്ത് നിർമ്മിച്ചിരുന്നത്. റോഡിലേക്ക് തകർന്നു വീണതോടെ പ്രദേശവാസികളുടെ യാത്രാ സൗകര്യവും തടസ്സപ്പെട്ട നിലയിലാണ്. വൈദ്യുതി കമ്പികളും പൊട്ടി വീണിട്ടുണ്ട്. എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനീറ സമദ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും മറ്റു ഉദ്യോഗസ്ഥരും സ്ഥലത്ത് സന്ദർശനം നടത്തിയിട്ടുണ്ട്. കേരള വിഷൻ, എടവണ്ണ.